നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം ഇന്ധന കുടിശ്ശികയെ തുടർന്ന് കട്ടപ്പുറത്ത്. കുടിശ്ശിക അടക്കാനുള്ളത് 1,89,000 രൂപ. കഴിഞ്ഞ ഭരണസമിതിയിലെ അവസാന 2 മാസത്തെ പണമാണ് അടയ്ക്കാനുള്ളത്. വാഹനമില്ലാത്തതിനാൽ പുതിയ ചെയർപേഴ്സൺ സഞ്ചരിക്കുന്നത് ഓട്ടോറിക്ഷയിലാണ്. വിവരങ്ങളുമായി ശിവദാസ് കനമനം ചേരുന്നു. ശിവദാസ്, നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം ഇന്ധന കുടിശ്ശികയെ തുടർന്ന് കട്ടപ്പുറത്തായതും പിന്നാലെ ഇപ്പോഴുള്ള ചെയർപേഴ്സൺ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഈ ഇന്ധന കുടിശ്ശികയെ തുടർന്ന് ഈ വാഹനം കട്ടപ്പുറത്തായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട നഗരസഭാ ചെയർപേഴ്സണാണ് ഈ വാഹനത്തിൽ ഇപ്പോൾ സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളത്. ഇപ്പോൾ ഓട്ടോറിക്ഷയിലാണ് അവർ ഔദ്യോഗിക പരിപാടികൾക്ക് പോകുന്നത്. അതായത് 1,89,000 രൂപ കുടിശ്ശിക വന്ന് നവംബർ ഡിസംബർ മാസത്തെ ഇന്ധന കുടിശ്ശികയാണ് അടയ്ക്കാതിരുന്നത്. ഇപ്പോഴും ഈ തുക അടച്ചിട്ടില്ല. ഇത് അടയ്ക്കാനുള്ള നിർദ്ദേശം നഗരസഭാ ചെയർപേഴ്സൺ നൽകിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഭരണസമിതി ഈ അവസാന സമയങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആ പണം അടച്ചിട്ടില്ല. ഇതോടെയാണ് ഇന്നോവ കാറാണ് ഇതോടെയാണ് ഇവർക്ക് ഈ ഒരു ഔദ്യോഗിക വാഹനത്തിൽ ഇപ്പോൾ പോകാൻ കഴിയാത്തത്. പല ചടങ്ങുകൾക്കും അവർ ഓട്ടോറിക്ഷ വിളിച്ചാണ് ഇപ്പോൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന നഗരസഭാ യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടായിരുന്നു. ആ സമയത്ത് സെക്രട്ടറി, സൂപ്രണ്ട് എന്നിവരൊന്നും ആ സമയത്ത് ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. മറ്റ് ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ ഈ ഇന്ധന കുടിശ്ശിക തീർക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഇത്തരത്തിൽ അനധികൃതമായി ഈ ഒരു നഗരസഭ ചെയർപേഴ്സൺ ഉപയോഗിച്ചിരുന്ന ഈ വാഹനത്തിൽ കുടിശ്ശിക അടയ്ക്കാതിരുന്നതും അതോടൊപ്പം തന്നെ അനധികൃതമായി ഇന്ധനം അടിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഈ നഗരസഭാ ഉദ്യോഗസ്ഥരോട് ചെയർപേഴ്സൺ ചോദിച്ചിട്ടുണ്ട്. ഇതിലും കൃത്യമായ വ്യക്തതയും ഉത്തരവും നൽകണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം ഇന്ധന കുടിശ്ശികയെ തുടർന്ന് കട്ടപ്പുറത്തായിരിക്കുകയാണ്. നിലവിലെ ചെയർപേഴ്സൺ, പുതിയ ചെയർപേഴ്സൺ സഞ്ചരിക്കുന്നത് ഓട്ടോറിക്ഷയിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കനമനം.